ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി. ഹീറോൻ്റെ പ്ലഷറാണ്. അതിനകത്ത് നിലവിൽ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറാനും ആക്സിലേറ്റർ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് മാറ്റാം, സ്പീഡോമീറ്റർ കേബിൾ മാറാം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റിൻ്റെ ബൾബ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് മൊത്തം പുകഞ്ഞു പോയേക്കായിരുന്നു. അപ്പോൾ അത് വർക്കിംഗ് അല്ലാത്തതാണ്, അതും കൂടി നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ച് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നിലവിൽ എഞ്ചിൻ കേസിൻ്റെ ത്രെഡിന് കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ എഞ്ചിൻ കേസിൻ്റെ ത്രെഡ് കംപ്ലയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഓവർ സൈസ് ബോൾട്ടാണ് നമ്മൾ യൂസ് ചെയ്തേക്കണേ. നിലവിൽ ഇപ്പോൾ കിടക്കുന്നത് അങ്ങനത്തെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് തന്നെയാണ് സെറ്റ് ചെയ്യണേ. അങ്ങനൊരു കംപ്ലയിൻറ്റ് നിലവിലുണ്ട് വണ്ടിക്ക്, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ആ ഓയിൽ ബോൾട്ടിൻ്റെ ത്രെഡ്, സ്റ്റാൻഡേർഡ് ത്രെഡ് കംപ്ലയിൻറ്റ് വന്നിട്ട് ഓവർ സൈസ് ത്രെഡാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വാഷൊക്കെ മാറ്റി എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റാം. ആക്സിലേറ്റർ കേബിൾ നമുക്ക് മാറ്റിയിടാണ്ട്, കാരണം ഞാൻ ആക്സിലേറ്റർ കേബിൾ മാറണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബോഡി നമുക്ക് ഫുള്ളായിട്ട് അഴിച്ചാലാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറുന്നുണ്ട്, സ്പീഡോമീറ്ററിൻ്റെ കേബിളും മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ വേറെ ജനറലായിട്ട് സർവീസോ വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് ആക്സിലേറ്റർ കേബിൾ, സ്പീഡോമീറ്റർ, എഞ്ചിൻ ഓയിൽ, മൈനർ ചെക്കപ്പ്, ഇതൊക്കെ പറഞ്ഞേക്കണ വർക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാർട്സിൻ്റെയും ലേബർ ചാർജ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ. വർക്ക് കംപ്ലീറ്റ് ആക്കി വിളിച്ചോളാം എന്തായാലും. ഓക്കെ.